രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2025 മാർച്ച് 10 തിങ്കളാഴ്ച അഥവാ കുംഭമാസം 26 ഫാൽഗുന മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി അമലകി ഏകാദശി എന്നും തിരുനാവായ ഏകാദശി എന്നും പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം. എല്ലാവർക്കും ഈ അമലകി ഏകാദശി അനുഷ്ഠിച്ച് ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ജന്മനാടായ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മാർച്ച് 10 ഭഗവാന്റെ ആറാട്ടാണ്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ കൊടിയേറ്റ് 3 മണിക്ക് ആനയോട്ടം അല്ലേ. അതുപോലെ തിരുനാവായ നാവാമുകുന്ദന് പ്രാധാന്യം ഉള്ള ഏകാദശി ആയതിനാൽ തിരുനാവായ ഏകാദശി. അപ്പം എല്ലാവരും അവരവരിയ്ക്കുന്നിടത്തിരുന്ന് പോവാൻ പറ്റുന്നവർ പോയി പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങുക. അല്ലാത്തവർ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് സ്മരണയിൽ അനുഗ്രഹം നേടാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശിയിലേക്ക് കടക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. യോഗീന്ദ്രാണം ത്വദംഗേഷു അതിയസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണാ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാവൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം അജ്ഞാത്വാദേ മഹത്വം യദിഹനിഹതിദം വിശ്വനാഥാക്ഷമേദാഹ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമതിയതരം ത്വൽപ്രസാദായ ഭൂയാത് ത്വേതാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീലം ലീലാവതാരൈരിതമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മന്യേ കുതചിത് ഭയമച്യുതസ്യ പദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മനാ യത്ര നിവർത്തദേഭി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീവല്ലഭ ശരണം. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി പവലുണ്ടന ഗോപിതേതി നാഗേതി നാഗശേനേതി ജഗന്നിവാസ ഇത്യാലാപനം പ്രതിദിനം ഗുരുമാം മുകുന്ദ എന്ന കുലശേഖര ആഴ്വാർ ശ്രീവല്ലഭനെ കുറിച്ച് സ്മരിച്ചത് അല്ലേ. ഒരിക്കലും വാടാത്ത മാല എന്ന് പറഞ്ഞ് മുകുന്ദമാല. പൂക്കൾ കൊണ്ടുള്ള മാലയൊക്കെ ആയാൽ വാടിപ്പോവും അല്ലേ. ഭണ്ഡാരത്തിലെയൊക്കെ ആണെങ്കിൽ പൊതുജനങ്ങളുടെ സ്വത്താണ്. പക്ഷേ തൻ്റെ ഉപാസനയിലൂടെ തൻ്റെ ഉള്ളിൽ നിന്നും ശ്രീവല്ലഭന് കൊടുത്ത മാലയാണ് മുകുന്ദമാല എന്ന ശ്ലോകരൂപത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ശ്രീവല്ലഭനെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 മാർച്ച് 9 7:45 ആരംഭിച്ച് 2025 മാർച്ച് 10 7:45 വരെ ആണ് ഏകാദശി തിഥി. ഏകാദശി തിഥിയും ദ്വാദശിയും കൂടെ ഒന്നിച്ചു വരുന്ന മഹാദ്വാദശി ദിവസം ഏകാദശി അനുഷ്ഠിക്കുന്നത് വൈഷ്ണവ സമ്പ്രദായ പ്രകാരം വളരെ പുണ്യപ്രദമാണ്. അമലകി ഏകാദശി, അമല നെല്ലിക്കയാണ് എന്ന് എല്ലാവർക്കും അറിയാം. നെല്ലിക്കയ്ക്കും നെല്ലിമരത്തിനും പ്രാധാന്യമുള്ള ഏകാദശി ആയതുകൊണ്ടാണ് ഈ ഏകാദശിക്ക് അമലകി ഏകാദശി എന്ന പേര് വന്നത്.
ഈ ദിവസം സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മി ഭഗവതിയും ഒന്നിച്ച് നെല്ലിമരത്തിൽ വസിക്കുന്നു എന്ന സങ്കല്പം. ആ സങ്കല്പപ്രകാരം നെല്ലിമരത്തെ പൂജിക്കുന്ന ഒരു സമ്പ്രദായവും ഇന്ന് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. നെല്ലിമരത്തിൻ്റെ ചുവട് തലേ ദിവസം തന്നെ വൃത്തിയാക്കി മഞ്ഞപ്പൊടിയും എള്ളും ഒക്കെ ഇട്ട് വെള്ളത്തിൽ കലക്കി ആ വെള്ളം തളിച്ച് വൃക്ഷത്തിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കിയ ശേഷം പിറ്റേ ദിവസം ഏകാദശി ദിവസം കുളിച്ചു വന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയ ശേഷം നെല്ലിമരത്തിൻ്റെ പരിസരത്തിൽ ആ വെള്ളമൊക്കെ തളിച്ച് ശുദ്ധീകരിച്ച് അവിടെയും ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുക. പറ്റുന്നവർ ഒരു മഞ്ഞപ്പട്ട് നെല്ലിമരത്തെ വസ്ത്രം ഉടുപ്പിക്കുന്നത് പോലെ ചുറ്റിയാൽ വളരെ നന്നായിരിക്കും. അതിന് സാധിക്കാത്തവർ മഞ്ഞ നൂലുണ്ടെങ്കിൽ അത് ചുറ്റിയാൽ മതി. നമ്മളൊക്കെ വസ്ത്രം കൊടുക്കുന്നതിന് പകരം ചില സമയത്ത് നൂല് കൊടുത്താലും വസ്ത്രത്തിന് തുല്യമായിട്ട് പറയപ്പെടുന്നു. ഇതൊക്കെ അവരവരുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഗണപതി വന്ദനം, ഗണപതിയെ സ്മരിച്ച് ഗണപതിക്ക് കൽക്കണ്ടമോ മുന്തിരിങ്ങയോ ഒക്കെ വെച്ച് ഗണപതിയെ സന്തോഷിപ്പിച്ച ശേഷം ധൂപദീപാദികൾ, പഴവർഗ്ഗങ്ങൾ, നെല്ലിക്ക തന്നെ നിവേദ്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒരു ദക്ഷിണ സമർപ്പിക്കുക എന്നുള്ള ഭാവത്തിൽ അവരവരുടെ ശക്തിക്ക് അനുസരിച്ച് ഒരു കാണിക്ക വെച്ച് പിന്നീടത് ദ്വാദശി ദിവസം തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അതുപോലെ വ്രതത്തിൻ്റെ ഫലസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ആരതി ഒഴിഞ്ഞ് സമർപ്പിക്കാം. അപ്പോൾ ചോദ്യം വരും, നെല്ലിമരം ഇല്ലാത്തവരെങ്ങനെയാണ് അല്ലേ, അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ, പൂച്ചട്ടിയിലോ വല്ലതും നെല്ലി മരത്തിൻ്റെ ചെടി കിട്ടുന്നത് നട്ട് വെക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി അതിനും സാധിക്കാത്തവർ നെല്ലിക്ക വാങ്ങിച്ച് നമുക്ക് കിച്ചടി രൂപത്തിൽ അതിലേക്ക് അരച്ച് മിക്സിയിൽ തേങ്ങായും ചേർത്ത് നെല്ലിക്ക കിച്ചടിയായിട്ട് ഉണ്ടാക്കാം. അതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും വീട്ടിൽ കല്ലുപ്പ് വെക്കുന്നത് പോലെ തന്നെ ഒരു പ്രാധാന്യമുള്ളതാണ് നെല്ലിക്ക. നെല്ലിക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കാം. ആ ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ മഹത്വവും ആ നെല്ലിക്ക ഒരു വീട്ടിലുണ്ടായാൽ ആ വീടിൻ്റെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയൊക്കെ കൂടെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് എല്ലാവർക്കും അറിയുന്ന ആ കഥ അല്ലേ. ശ്രീശങ്കര ആചാര്യസ്വാമികൾ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ഭിക്ഷയാചിച്ച് ഒരു ബ്രാഹ്മണ ഭവനത്തിൽ ചെല്ലുന്നതും അമ്മയുടെ കൈ മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് നെല്ലിക്ക കൊടുത്തു. അപ്പോൾ മറ്റൊന്നുമില്ലെങ്കിൽ പോലും നെല്ലിക്ക അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി വൃങ്കാംഗനേവ മുകുളാഭരണം തമാലം എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അവിടെ സ്വർണ്ണ നെല്ലിക്ക ഉത്ഭവിപ്പിച്ചു അല്ലേ. അതാണ് സ്വർണ്ണത്തുമനയായി നമ്മൾ കാണപ്പെടുന്നു. മഹാലക്ഷ്മി ടെമ്പിളായിട്ട് കാണപ്പെടുന്നു അല്ലേ, ആ ഐതിഹ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നങ്ങോട്ട് കനകലക്ഷ്മി സ്തവം അല്ലെ കനകധാരാ സ്തോത്രം 2 തരത്തിലും അത് പറയപ്പെടുന്നുണ്ട്. ചൊല്ലിയ ഉടനെ ആകാശത്തു നിന്ന് സ്വർണം പൊഴിക്കുമെന്നോ നോട്ടുകെട്ടുകൾ പൊഴിക്കുമോ എന്നുള്ളതല്ല. പിന്നെയോ ഒരു വീടായാൽ അവിടെ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അവിടെ ഐശ്വര്യ സമ്പൽ സമൃദ്ധി, ഒരു പോസിറ്റീവ് എനർജി ആ വീടിന് ഉണ്ടാകുന്നു. മറ്റ് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും അവിടേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന ഒരു തത്വമാണ് ആചാര്യസ്വാമികൾ ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമാണ് നെല്ലിക്ക. അപ്പോൾ ഉപ്പിലിട്ട് സൂക്ഷിച്ചാൽ വളരെ ഔഷധ ഗുണവും ഇല്ലേ, ആരോഗ്യത്തിന് വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടെയാണ് നമ്മുടെ നെല്ലിക്ക. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും തരുന്ന നെല്ലിക്ക വാങ്ങിക്കാനും കഴിക്കാനും ഉപ്പിലിട്ട് വയ്ക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. അപ്പോൾ ഏതൊരു കഥ ഏകാദശി പറയുമ്പോഴും നമ്മളൊരു വ്രതകഥ പറയാറുണ്ട്. അപ്പോൾ ഈ വ്രതകഥ ഏകാദശി ദിവസം കേൾക്കുന്നതും വളരെയധികം ഫലസിദ്ധിയായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ ഒരു വേടനായിട്ട് ജനിച്ചു. പിന്നീട് അദ്ദേഹം ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ സുഹൃതത്തിൻ്റെ ഫലമായി ഒരു ചന്ദ്രസേനൻ എന്ന രാജാവായി അദ്ദേഹം പിന്നീട് ജനിക്കുകയാണ്. അങ്ങനെ ചന്ദ്രസേന രാജാവ് വളരെയധികം ദയാലു, ഭക്തൻ, പ്രജാക്ഷേമ തൽപരൻ ഒക്കെ ആയിട്ട് ധാർമ്മികനായിട്ട് ജീവിച്ചു. അദ്ദേഹം ഈ രാജപരിപാലനത്തോടൊപ്പം നമ്മുടെ അംബരീഷ ചക്രവർത്തിയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ വളരെയധികം ഏകാദശിയിലെ നിഷ്കർഷയുള്ള താനും രാജകുടുംബാംഗങ്ങളും അതുപോലെ പ്രജകളും ഈ ഏകാദശി നോക്കണം എന്നുള്ള, ആ വ്രതം അനുഷ്ഠിക്കണം എന്നുള്ള ഒരു
നിഷ്ഠയുള്ള ഒരാളായിരുന്നു. അങ്ങനെ എല്ലാ ഏകാദശിയും നോറ്റുവന്നു. ഇത് ശത്രു രാജ്യക്കാർക്ക് അറിയാം, ഇദ്ദേഹം ഇങ്ങനെ ഏകാദശി നോക്കുമെന്നും ഏകാദശി ഉപവാസം നാമം ജപിച്ചും ഭാഗവതം വായിച്ചും ഇല്ലേ, പ്രത്യേകിച്ചും ഹരിവാസര സമയത്തൊക്കെ ഈശ്വര ചിന്തയിലോടുകൂടി അങ്ങനെ അദ്ദേഹം യുദ്ധത്തിനൊന്നും വരില്ല, അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളോ ഒന്നും വരില്ല, ആരും ആയുധം എടുക്കില്ല, എല്ലാവരും ഈശ്വര ചിന്തയിലിരിക്കുന്ന ഈ സമയത്ത് ശത്രുക്കളായ നമുക്ക് അദ്ദേഹത്തെ ആക്രമിക്കാൻ എളുപ്പം സാധിക്കുമെന്നുള്ള വിചാരത്തോടു കൂടി യുദ്ധസന്നാഹങ്ങളായി അനേകം ഭടന്മാരോടുകൂടി ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തെ, ചിത്രസേന രാജാവിൻ്റെ രാജ്യത്തെ ആക്രമിക്കാനായിട്ട് വരുന്നു. പക്ഷേ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പ്രജകളോ ഒന്നും അനങ്ങിയില്ല. സൈന്യങ്ങൾ വരുന്ന അറിഞ്ഞിട്ടും, ഇത് ശിവജിയുടെ കഥയിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതുപോലെയുള്ള കഥകൾ. അപ്പോൾ ഏതായാലും ഒരു യഥാർത്ഥ ഭക്തൻ, അംബരീഷനും അങ്ങനെ അല്ലായിരുന്നു, കൃത്യം വന്നിട്ട് പോലും ഒരു ഭയവും ഇല്ലാതിരുന്നു. അപ്പോൾ യഥാർത്ഥ ഭക്തന് ആ ഭഗവാനിൽ ഉറച്ചുള്ള ആ വിശ്വാസം, അങ്ങനെ രാജാവും പ്രജകളും ഇരിക്കുന്ന സമയത്ത് ശത്രു സൈന്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് ആക്രമിക്കാനായിട്ട് വന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ഇതാ നെല്ലിമരത്തിൽ നിന്നും ഒരു തേജസ് ഭൂമിയിലേക്ക് പതുക്കെ പതുക്കെ പ്രകാശരൂപം പതുക്കെ താഴെ വന്ന ഒരു ശ്രീകൃഷ്ണ രൂപം, കുറച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യരൂപം തന്നെ സാധാരണ രൂപം ധരിച്ച് ആ ശത്രു സൈന്യങ്ങളെ നിഷ്പ്രഭമാക്കി എന്ന് കാണാം. അപ്പോൾ ഏത് നിസ്സഹായ അവസ്ഥയിലും നമ്മൾക്ക് ആരാണ് സഹായിക്കാനായിട്ടുണ്ടാവുക? അതാണ് എല്ലാവർക്കും എന്നും ആശ്രയമായി ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ഉള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നത് കൊണ്ട് ആ ശത്രു സൈന്യങ്ങളിൽ നിന്നൊക്കെ രാജാവിനെയും പ്രജകളെയും ഒക്കെ ഭഗവാൻ രക്ഷിച്ചു. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലും നമ്മൾ കണ്ടു, അതാണ് ആ തുടക്കത്തിൽ നമ്മൾ ചൊല്ലിയ ശ്ലോകം ഇല്ലേ, മന്യേ കുതച്ചിത് ഭയമച്യുതസ്യ പദാംബുജോപാസനമത്ര നിത്യം ഉദ്ദിഗ്ധബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മനായത്ര നിവർത്തദേഭി അല്ലേ. അതുപോലെ യോഗീന്ദ്രാണാം തദംഗേഷു അധിക സുമധുരം, ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെയാണ് യോഗികൾ പോലും സേവിക്കുന്നത് എന്ന്. അപ്പോൾ ഋഷഭദേവന് മേരുദേവിയിൽ 100 പുത്രന്മാർ, ആ 100 പുത്രന്മാരിൽ മൂത്ത പുത്രനാണ് ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അജനാഭം എന്ന രാജ്യം പിന്നീട് നമുക്ക് ഭാരതം എന്ന പുണ്യഭൂമിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ 100 പുത്രന്മാരിൽ ഭരതൻ കഴിഞ്ഞാൽ പിന്നീട് 9 പേര് നവയോഗികൾ, എല്ലാവരും 100 പേരും മഹായോഗ്യന്മാരായിരുന്നു. പിന്നെ 9 പേര് നവയോഗികളും പിന്നെ 9 പേര് രാജാക്കന്മാർ, 81 പേര് കർമ്മഠരായ ബ്രാഹ്മണരായിട്ട് ഒക്കെ തീർന്നു. അപ്പോൾ ഈ നവയോഗികൾ 9 പേരിലെ നവയോഗികൾ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവർഹോത്രൻ, ദ്രുമളൻ, ചമസൻ, കരഭാജൻ, ഈ നവയോഗികൾ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജനക മഹാരാജാവ്. അദ്ദേഹം ആത്മജ്ഞാനിയാണ്, എന്നാൽ പോലും തൻ്റെ കാട്ടിൽ അറിവുള്ളവർ വരുമ്പോൾ തനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഒരു സമ്പ്രദായം, അല്ലെ ലോകത്തെ ഇതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി, നമ്മളെപ്പോലെ ഇതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി എന്ന ഭാവത്തിൽ ജനക മഹാരാജാവ് നമ്മുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭയമാണ് അല്ലേ, കൂടുതൽ പേർക്കും മരണഭയമാണ്. നമുക്ക് എപ്പോഴായിരിക്കും മരണം വരുന്നത്, എത്ര കാലം ജീവിച്ചിരിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ, കഷ്ടപ്പാടാവോ, കുറച്ച് നാൾ വയ്യാതെ കിടക്കോ, ഇങ്ങനെ പല ചിന്ത. പക്ഷേ ആ ഭയങ്ങളെയെല്ലാം ഇല്ലാതാക്കി തീർക്കുവാൻ ആ ഭഗവാന്റെ പാതാരവിന്ദ സേവ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നാരായണീയത്തിലൂടെ ആയാലും ഭാഗവതത്തിലൂടെ ആയാലും എല്ലാം പറയപ്പെടുന്നത് എന്താ, ആ ഭക്തവത്സലനായ ഭഗവാന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ച് സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്യന്തികമായ ആ ഭയം മാറി ഭഗവാന്റെ തൃപാദാരവിന്ദം ഒരു അഭയമായി തീരുന്നു അല്ലേ. ആ പാദസേവയിലൂടെ മാത്രമേ നമ്മുടെ സംസാര ക്ലേശങ്ങൾ മാറുകയുള്ളൂ. അതുകൊണ്ട് ആ മന്യേ കുതച്ചിത് ഭയം അച്യുതസ്യ, എല്ലാ ഭയങ്ങളും മാറി ആ അച്യുതൻ്റെ ചുതിയില്ലാത്ത ഭഗവാന്റെ തൃപാദാരവിന്ദം എന്നും നമുക്ക് ആശ്രയമായിട്ട് തീരുന്നു. അങ്ങനെ ആ പാദസേവാരൂപമായ ഭക്തിയോഗത്തെ ആ ജനക മഹാരാജാവിന് കവി എന്ന ഒന്നാമത്തെ നവയോഗികളിലെ ആൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ പറയും ബന്ധുക്കളുണ്ട്, ഭർത്താവിന് ഭാര്യ, ഭാര്യയ്ക്ക് ഭർത്താവ്, മക്കള്, കുടുംബം, ബന്ധം, സ്വന്തം എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിൽ ഒരു നിസ്സഹായ അവസ്ഥ, ഒരു ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തെ നേരിടേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന, മാനസികമായി തകരുന്ന അവസ്ഥയിൽ നമ്മളെ സഹായിക്കുവാൻ ആ തൃപാദാരവിന്ദ സേവയിലൂടെ പൊന്നുഗുരുവായൂരപ്പൻ കാരുണ്യവാരിധിയായി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും, അനുഗ്രഹിക്കും എന്ന് ഓർമ്മിപ്പിച്ച് പിന്നീട് ഐശ്വര്യ സമ്പൽ സമൃദ്ധിയെ തന്ന്
അനുഗ്രഹിക്കുന്ന കരുണാവാരിധിയുടെ അതിശ്രേഷ്ഠമായ ആമലകി ഏകാദശി അല്ലെങ്കിൽ നവാമുകുന്ദൻ്റെ അതിശ്രേഷ്ഠമായ നവയോഗികൾ പ്രതിഷ്ഠിച്ചതുകൊണ്ട് നവാമുകുന്ദൻ എന്ന പേര് വന്ന തിരുനാവായ ഏകാദശിയുമായും ഒക്കെ ബന്ധപ്പെട്ട് ഈ പുണ്യദിനത്തിൽ ശ്രീവല്ലഭൻ്റെയും അതുപോലെ നവാമുകുന്ദൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും എല്ലാം ഒരു പരമ്പരകളുടെ അനുഗ്രഹത്തിനായി ഈശ്വരാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളെ തുളസി പൂക്കളായി സമർപ്പിച്ച് അവരവരുടെ ആരോഗ്യം പ്രായം ഒക്കെ നോക്കി വേണ്ട വിധം അനുഷ്ഠിച്ച് എല്ലാവർക്കും 6:30-ക്ക് ശേഷം 8:30-ക്കുള്ളിൽ പാരണ വീടി വ്രതം സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ. ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 33. അതുപോലെ ശ്രീമൻ നാരായണീയം ദശകം 100 ഒടുവിലത്തെ 2 ശ്ലോകങ്ങൾ. പറ്റുമെങ്കിൽ എല്ലാവരും കനകധാരാ സ്തോത്രം അതും ചൊല്ലാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.